എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ചടയമംഗലത്തുള്ള ജടായുപ്പാറ കാണാൻ വന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. 2023 മെയ് മാസത്തിലെ ഒരു ഞായറാഴ്ച, ഒരു വൺ ഡേ ട്രിപ്പ്. എല്ലാവരും ഒരുമിച്ച് ജടായുപ്പാറ കാണാൻ പോകണമെന്ന് അമ്മ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമുക്ക് കാണാൻ കയറാം. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. താഴെ ടിക്കറ്റ് എടുക്കൽ തൊട്ടേ നല്ല ലൈൻ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഏരിയ ഒക്കെ ഫുള്ളാണ്. താഴെ എൻട്രൻസിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. തിരക്ക് കണ്ടപ്പോഴെ തന്നെ മുകളിലെത്താൻ എങ്ങനെയായാലും 1-2 മണിക്കൂർ പിടിക്കുമെന്ന് മനസ്സിലായി. ഞങ്ങൾ കേബിൾ കാറിലാണ് പോകുന്നത്. അതിന്റെ ലൈനാണിതെല്ലാം. ലൈൻ നിൽക്കുന്ന കോംപ്ലക്സിൽ ഫുഡ് കോർട്ടും ഗെയിമിംഗ് സോണുകളും ഒക്കെ ഉണ്ട്. തുടർച്ചയായി ലൈൻ നിൽക്കാതെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ട പ്രൊവിഷൻസ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഡിജിറ്റൽ മ്യൂസിയം, ഹെലികോപ്റ്റർ റൈഡ്, 60 തിയേറ്റർ എന്നിവയും ഉണ്ടെന്ന് അവിടെ കാണാൻ കഴിഞ്ഞു. എൻട്രൻസ് ഫീയും കേബിൾ കാർ ഫീയും കൂടി ഒരാൾക്ക് 500 രൂപയാണ്. നടന്നു കയറുന്നവരും ഒരുപാടുണ്ട്. 800-ലധികം സ്റ്റെപ്സ് ഉണ്ട് മുകളിലെത്താൻ. അങ്ങനെ ഒരു 1.25 മണിക്കൂർ ലൈനിൽ നിന്നുമിരുന്നുമായി കേബിൾ കാറിന്റെ അടുത്തെത്തി. ഒരേ സമയം 4 സെറ്റ് കേബിൾ കാറാണ് അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത്. മുകളിലെത്താൻ 5-6 മിനിറ്റിന്റെ അടുത്തേ ആയുള്ളൂ. സമയം 2 മണിയാണ്. നല്ല വെയിലുള്ള സമയം. മുകളിൽ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നത് കൊണ്ട് വെയിൽ അത്ര അറിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ജടായുപ്പാറ കാണാൻ സാധിച്ചു. എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതി തന്നെയാണ്. 70 അടി ഉയരവും 200 അടി നീളവും 150 അടി വീതിയുമുണ്ട് ഈ പക്ഷിശില്പത്തിന്. രാമായണത്തിൽ പറയുന്നത് പോലെ രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ മാർഗമധ്യേ ജടായു സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. രാവണനുമായുള്ള യുദ്ധത്തിൽ രാവണൻ ജടായുവിന്റെ ചിറകുകൾ അരിയുകയും ജടായു പരിക്കേറ്റു വീഴുകയും ചെയ്യുന്ന സ്ഥലമാണിത്. ശില്പത്തോട് ചേർന്ന് മനോഹരമായ ഒരു ക്ഷേത്രവും ഉണ്ടവിടെ. വ്യത്യസ്തമായ വാസ്തു നിർമ്മിതിയായി തോന്നി. രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ചു വരുമ്പോൾ മാർഗമധ്യേ ജടായുവിനെ ഇവിടെ വെച്ച് കാണുന്നു. അതുകൂടാതെ ശ്രീരാമസ്വാമിയുടെ കാൽപാദം പതിഞ്ഞ പാറയും അതിനടുത്തായി ഒരു കെടാവിളക്കും കാണാം. താഴെ നിന്ന് നടന്നു കയറുകയാണെങ്കിൽ നല്ലൊരു ട്രെക്കിംഗ് ആൻഡ് ഹൈക്കിംഗ് സ്പോട്ട് കൂടിയാണ്. മുകളിൽ എത്തിയിട്ടുള്ള കാഴ്ചകളും വ്യൂ പോയിന്റ്സുകളും എല്ലാം തന്നെ മനോഹരം. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ പോയ സമയത്ത് അഡ്വഞ്ചർ പാർക്ക് ഓപ്പൺ അല്ലായിരുന്നു. താഴെ തൊട്ടേ എല്ലാ പോയിന്റുകളും ക്ലീനും നീറ്റും വെൽ മെയിൻറ്റെയിൻഡുമാണ്. ഫാമിലിയായി പോകാൻ പറ്റിയ നല്ലൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയി തോന്നി. 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. കേബിൾ കാറിന് ഒരു 20-30 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ നൽകിയിരുന്നതിനാൽ അധികം ബുദ്ധിമുട്ടലൊന്നും ഉണ്ടായില്ല. പിന്നെ എല്ലായിടത്തും ക്യാഷ് പേയ്മെന്റ് ആയിരുന്നു. ആ സമയത്ത് ഓൺലൈൻ പേയ്മെന്റ് അവൈലബിൾ ആയിരുന്നില്ല. അതുമാത്രം കുറച്ച് അസൗകര്യം ഉണ്ടാക്കി. 4 മണിയോടുകൂടി ചടയമംഗലത്ത് നിന്നും തിരിച്ച് വീട്ടിലോട്ട് യാത്ര തിരിച്ചു. രാത്രി 12 മണിയോടുകൂടി വീട്ടിലെത്തി. യാത്ര ശുഭം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.